ഹായ് ഗൈസ്, നമുക്ക് ഇതേപോലത്തെ ഒരു സ്ലൈഡ് ഉണ്ടാക്കിയെടുക്കാമല്ലോ. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ഫോം ഷീറ്റ് എടുത്തിട്ടുണ്ട്. അതിന് 3 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്യുക ഫസ്റ്റ്. അത് കഴിഞ്ഞിട്ട് ആ 3 സെൻറ്റിമീറ്ററിനുള്ളിൽ 1 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്തിട്ട് വീഡിയോയിൽ കാണുന്ന പോലെ ലൈൻസ് മാർക്ക് ചെയ്തെടുക്കുക. അതാണ് നമുക്ക് ഫസ്റ്റ് ചെയ്യേണ്ട സ്റ്റെപ്പ്. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കട്ട് ചെയ്യുക. എന്നിട്ട് ആ പുറമേയുള്ള ആ 3 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്ത ഫസ്റ്റ് ലൈൻ ഫുള്ളായി കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം ഇവിടെ ലൈനിൽ കൂടെ മാർക്ക് ചെയ്ത ലൈൻസിൽ കൂടെ കട്ട് ചെയ്ത് ഫുള്ള് കട്ട് ചെയ്ത് കളയരുത്. അറ്റത്ത് ചെറുതായിട്ട് ഒരെണ്ണം ചെറിയ പീസ് നിർത്തി കട്ട് ചെയ്ത് അവിടെ നിർത്തുക. അതിനുശേഷം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ മുടിയൊക്കെ പിന്നില്ല അതേപോലെ ആ 3 ലെയറിന് ഇങ്ങനെ വീഡിയോയിൽ കാണുന്നത് മടക്കി എടുക്കുക. ഞാനിവിടെ ഗ്ലൂ ഗൺ യൂസ് ചെയ്തിട്ടാണ് സ്റ്റിക്ക് ചെയ്തെടുക്കുന്നത്. 3 പീസ് ചേർത്ത് സ്റ്റിക്ക് ചെയ്തെടുക്കുക. അതിനുശേഷം എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊന്ന് ജസ്റ്റ് സ്ട്രെച്ച് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം വീഡിയോയിൽ കാണുന്ന പോലെ റൗണ്ട് ചെയ്ത് എടുക്കുക. അപ്പോൾ നമുക്ക് കിട്ടുന്നത് ഒരു റോസിൻ്റെ ഒക്കെ ഷേപ്പിലൊരു ഫ്ലവർ കിട്ടും. ഇനി അതിനുശേഷം എന്താണെന്ന് വെച്ചാൽ അവിടെ ഗ്ലൂ ഗൺ യൂസ് ചെയ്തിട്ട് ലാസ്റ്റ് സ്റ്റിക്ക് ചെയ്തെടുക്കുക. അതിനുശേഷം ഇവിടെ സാധാരണ നമ്മൾ സ്ലൈഡ് മേടിക്കാനൊക്കെ ആ സ്ലൈഡിൽ ഒട്ടിച്ചെടുക്കും. ഇപ്പോൾ കണ്ടില്ലേ, സ്ലൈഡിൻ്റെ ലുക്ക് തന്നെ മാറി. ഇങ്ങനെ നമ്മൾ വളരെ എളുപ്പത്തിൽ വീട്ടിൽ തന്നെ നമുക്ക് ചിലവ് കുറഞ്ഞ രീതിയിൽ സ്ലൈഡ്സ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഗൈസ്. താങ്ക് യു.